നമസ്കാരം. ഇന്നലെ ബ്രിട്ടനിലെ മലയാളികൾ അടക്കമുള്ള കുടിയേറ്റക്കാർക്ക് ഉറക്കമില്ലാത്ത ദിവസമായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ബ്രിട്ടനിലെ കലാപ അന്തരീക്ഷം അതിഭയാനകമായ അവസ്ഥയിലേക്ക് മാറിയേക്കുമെന്ന് ആശങ്കപ്പെട്ട് മലയാളികൾ അടക്കമുള്ളവർ ഇന്നലെ ജോലിക്ക് പോലും പോയില്ല. പലരും വീട്ടിൽ തന്നെ ചിലവഴിക്കുകയായിരുന്നു. സ്ഥാപനങ്ങൾ മിക്കതും അടഞ്ഞുകിടന്നു. ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ പോലും അവധിയെടുത്ത് വീട്ടിലിരുന്നു. ഇതാണ് വാസ്തവം. ഭൂരിഭാഗം പേർ അങ്ങനെ തന്നെയായിരുന്നു. ചിലരൊക്കെ ധൈര്യപൂർവ്വം ജോലിക്ക് പോയി. കാരണം കഴിഞ്ഞ ജൂലൈ 29-ന് വെള്ളക്കാരായ 3 കുട്ടികൾ ദാരുണമായി കൊല്ലപ്പെട്ടതിൻ്റെ പ്രതികാരമായി അന്നു മുതൽ ആരംഭിച്ച മുസ്ലിം വിരുദ്ധ കുടിയേറ്റ വിരുദ്ധ സമരവും ആക്രമണങ്ങളും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തുന്ന ഒരു ദിവസമായിരിക്കും ഇന്നലെയെന്ന് എല്ലാവരും ഭയപ്പെട്ടു. പോലീസ് അടക്കമുള്ളവർ മുന്നറിയിപ്പ് നൽകി. കഴിയുന്നതും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ അവർ ആവശ്യപ്പെട്ടു. 38 നഗരങ്ങളിൽ വലത് വർണ്ണവറി പ്രസ്ഥാനമായ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിൻ്റെ നേതൃത്വത്തിൽ കുടിയേറ്റ വിരുദ്ധ മുസ്ലിം വിരുദ്ധ പ്രതിഷേധം നടക്കുമെന്ന മുന്നറിയിപ്പ് പോലീസ് ഗൗരവമായി എടുക്കുകയും പോലീസ് അതിനെ നേരിടാൻ വേണ്ടി രംഗത്തിറങ്ങുകയും എല്ലാവരും കരുതൽ കാട്ടണമെന്ന് പറയുകയും ചെയ്തതുകൊണ്ടായിരുന്നു ആശങ്കയോടെ ഇരുന്നത്. ഇമിഗ്രേഷൻ സെന്ററുകളുടെ മുമ്പിൽ, ഇമിഗ്രേഷൻ അഭിഭാഷകരുടെ മുമ്പിൽ, ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളുടെ മുമ്പിൽ ഒക്കെ ആയിരുന്നു ഈ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങും ജാഗ്രതയായിരുന്നു. കഴിയുന്നതും അപകടമുണ്ടാവാതിരിക്കാൻ പലരും വീട്ടിൽ തന്നെ ഇരുന്നു. ഇന്നലെ വൈകുന്നേരം 8 മണിക്കായിരുന്നു പ്രതിഷേധമുണ്ടാകുമെന്ന് കണക്കാക്കപ്പെട്ടത്. എന്നാൽ 8 മണിക്ക് മുമ്പ് തന്നെ ആയിരക്കണക്കിന് വെള്ളക്കാർ ഇത്തരം സ്ഥലങ്ങളിലേക്ക് ഒഴുകിയെത്തി. പോലീസ് ആകെ ആശങ്കയിലായി. അവർ കരുതിയതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തുന്നു. ഏതാണ്ട് 6000-ഓളം പോലീസുകാരെ ആയിരുന്നു ഈ 38 നഗരങ്ങളിലായി വിന്യസിച്ചിരുന്നത്. ബ്രിട്ടനിൽ ഇത്രയും പോലീസുകാരെയൊക്കെ വിന്യസിക്കുക എന്നാൽ ചെറിയ കാര്യമല്ല. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്താൻ തുടങ്ങി. 8 മണിക്ക് മുമ്പ് തന്നെ ആളുകൾ എത്തുന്നു. വാസ്തവത്തിൽ ഇവരൊക്കെ എത്തിയത് പ്രതിഷേധിക്കാനായിരുന്നില്ല. പ്രതിഷേധിക്കാൻ എത്തിയ വംശീയവാദികളെ തല്ലിയോടിക്കാനായിരുന്നു. പോലീസ് കൗതുകത്തോടെ ചിരിയോടെ അവരുമായി സൗഹൃദം പങ്കിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ബ്രിട്ടനിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷക്കണക്കിന് വെള്ളക്കാരായ ഇംഗ്ലീഷുകാർ അവർ കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തെരുവിലിറങ്ങി. വർണ്ണവെറിയന്മാരെ തല്ലി ഓടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. സർക്കാർ ആവശ്യപ്പെടാതെ, പോലീസ് ആവശ്യപ്പെടാതെ സ്വാഭാവികമായും അവർ ഒഴുകിയെത്തുകയായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? കൊലയും കൊള്ളിവെപ്പുമായി അരങ്ങുവാഴാനിറങ്ങിയ സ്കിൻ ഹെഡുകൾ ഓടി രക്ഷപ്പെട്ടു. പലയിടങ്ങളിലും പ്രതിഷേധക്കാർ എത്തിയെങ്കിലും അവരെ തടയാൻ നിൽക്കുന്ന ആൾക്കൂട്ടത്തെ കണ്ട് ഭയന്ന് പ്രതിഷേധിക്കാതെ സ്ഥലം വിട്ടു. മിക്കയിടങ്ങളിലും ഇവർ എത്തിയതേയില്ല. അതേസമയം ബെർമിംഗ്ഹാമിൽ മുസ്ലിം ചെറുപ്പക്കാർ ഒരു പബ്ബ് ആക്രമിക്കുകയും അവിടെയുള്ള ഒരു ഇംഗ്ലീഷ് ലീഗ് പ്രവർത്തകനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതിൻ്റെ വാർത്ത പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്നലെ കാര്യമായ അക്രമങ്ങൾ ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. ഇനി ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുകയില്ലെന്നും ഇനി അഥവാ ഉണ്ടായാൽ നാട്ടുകാർ നേരിടും എന്നുള്ള സാഹചര്യവും രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, വ്യാപകമായി പോലീസ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവരെ അറസ്റ്റ് ചെയ്തു. ഏതാണ്ട് 500-ഓളം പേരെ അറസ്റ്റ് ചെയ്യുകയും 160-ഓളം പേരെ ജയിലിലിടുകയും ചെയ്തു. ഇത്തരത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തവരെയൊക്കെ എത്രയും വേഗം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി ജയിലിലടയ്ക്കാനാണ് തീരുമാനം. തന്നെയുമല്ല, ഇതിനിടയിൽ സ്ഥാപനങ്ങളിൽ കയറി കൊള്ളയടിച്ചവരുണ്ട്. അവരെയും ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ ജൂലൈ മാസം 29-ന് ലിവർപൂളിന് സമീപം സ്റ്റോക്ക്പോർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ടൈലർ സ്വിഫ്റ്റ് ടീമിന്റെ ഡാൻസ് ക്ലാസ്സിലുണ്ടായ ആക്രമണം. ടൈലർ സ്വിഫ്റ്റ് നമുക്കറിയാം, 35-കാരിയായ അമേരിക്കൻ പോപ്പ് ഗായിക. അവർ വളരെ പ്രശസ്തയാണ്. അങ്ങനെ ഒരു ഡാൻസ് പാർട്ടിയിലേക്ക് 17 വയസ്സുള്ള ഒരു റുവാണ്ടൻ കുടുംബത്തിൽ പിറന്ന ഒരു യുവാവ് കടന്നു കയറുകയും കത്തികൊണ്ട് കുത്തുകയുമായിരുന്നു. അതും അനേകം പേരെ. അതിൽ 3 കുട്ടികൾ, 6, 7, 9 വയസ്സുള്ള 3 കുട്ടികൾ അതിദാരുണമായി കൊല്ലപ്പെട്ടു. 5 കുട്ടികൾക്ക് കുത്തേറ്റു. അവരുടെ നില ഇപ്പോൾ ഭേദപ്പെട്ടിട്ടുണ്ട്. ഇതേ തുടർന്ന് അലി എന്ന ഒരു മുസ്ലിം യുവാവാണ് ഇത് ചെയ്തത് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത പരക്കുന്നു. കാരണം 18 വയസ്സ് തികയാത്തത് കൊണ്ട് കൊലപാതകിയുടെ പേര് വിവരം പോലീസ് പുറത്തുവിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വാർത്ത പരന്നു. മാത്രമല്ല, കഴിഞ്ഞ വർഷം ഇയാൾ അനധികൃതമായി ബോട്ടിലാണ് ഇവിടേക്ക് കുടിയേറിയത് എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിച്ചു. അതിന്റെ തുടർച്ചയായാണ് ഈ കലാപം പടർന്നു പിടിച്ചത്. പിന്നീട് 17 വയസ്സുകാരനായിട്ടും അയാളുടെ പേര് വിവരവും അയാൾ മുസ്ലിം അല്ല എന്ന കാര്യവും കോടതിയുടെ അനുമതിയോടെ പോലീസിന് പുറത്തുവിടേണ്ടി വന്നു.